ഒരിക്കലും ഒരാളെ കല്യാണം മുടക്കാൻ പോകരുത്. ഒരിക്കലും ഒരാളുടെ ജോലി തടയാൻ ശ്രമിക്കരുത്. ഒരാളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുത്. ഒരാളെയും ഏതെങ്കിലും വിധത്തിൽ വേദനിപ്പിക്കരുത്. ഇതെല്ലാം ദുന്യാവിൽ തന്നെ അനുഭവിക്കേണ്ടി വരും. ആഖിറത്തിൽ വളരെ ഗുരുതരമായ ശിക്ഷ വേണ്ടി വരും. എൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യരെയും ഞാൻ വേദനിപ്പിക്കില്ല. ഈ വിരിതൻ ചെറുപ്പത്തിലെടുത്ത തീരുമാനമാണ്. ഒരൊറ്റ ത്വലാഖ് കേസിൽ ഇടപെടൂലാന്ന്. തൃശ്ശൂർ ജില്ലാ ഖാദിയാണ്, എറണാകുളം ജില്ലാ നായിബ് ഖാദിയാണ്, മലപ്പുറത്ത് പല സ്ഥലത്തും, മലപ്പുറം, കോഴിക്കോട്. പക്ഷെ ഇന്ന് ഇവരൊരൊറ്റ ത്വലാഖിൻ്റെ വിഷയത്തിൽ ഈ വിഴുതൻ ഞാനത് ഏതെങ്കിലും നിലക്ക്. അപ്പോൾ നമ്മളൊന്ന് തീരുമാനിക്കണം. ഒരാളെ ഉപദ്രവിക്കാൻ തയ്യാറല്ല, ഒരാളെ വേദനിപ്പിക്കാൻ തയ്യാറല്ല, ഒരാളെ ശല്യപ്പെടുത്താൻ തയ്യാറല്ല. അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടാകൂല എന്നൊന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അവിടെ നിങ്ങൾ ജാതിയോ മതമോ വർഗമോ ഒന്നും നോക്കണ്ട. ആരെ വേണമെങ്കിലും നിങ്ങൾ ശുശ്രൂഷിക്കണം. എല്ലാവരും നിങ്ങൾ സഹായിക്കണം. എല്ലാവരും നിങ്ങൾ കണ്ണീരൊപ്പണം. ആരോടും വേദനിക്കുന്ന വാക്കുകൾ പറയരുത്. ആരെയും വിഷമിക്കുന്നു. ഇനി ഒരു കാര്യം കൂടി പറയാൻ, ഇതിൻ്റെ നേരെ എതിര് ചെയ്താൽ, വേദനാജനകമായ വാക്ക് പറഞ്ഞാൽ, ഉപദ്രവങ്ങൾ ചെയ്താൽ തിക്തഫലം ഞാൻ മാത്രമല്ല അനുഭവിക്കുക. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഒരു കൊലയാളി പരോൾ എൻ്റെ അടുത്ത് വന്നു. അതൊക്കെ ഞാൻ ഓർമ്മക്കൂട്ടിൽ എഴുതിയിട്ടുണ്ട്. ഒരു ഗൾഫുകാരൻ വരുന്ന VIP വരുന്ന ലുക്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിങ്ങണ്. എന്ത് ഡീസൻ്റ്, എന്ത് സുമുഖനാണ്, എന്ത് ആരോഗ്യവാനാണ്, എന്ത് ഉഷാറാക്കണ്ടിട്ട്. ഞാൻ കരുതി അദ്ദേഹം ഗൾഫിൽ നിന്നിട്ടും വരും. ഇപ്പോൾ ആരങ്ങനെ എന്താ അത്? അപ്പം ഇങ്ങനെ ചോദിച്ചപ്പോഴാ മുപ്പര് ഓടുന്ന് വരികയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വരിക, പരോളിൽ വന്നതാ. വന്നിട്ട് അവതരണം തുടങ്ങുകയാണ്. എൻ്റെ ഒരു അയൽവാസി ഉണ്ട്, ഇനി വളരെ വളരെ മോശം സ്വഭാവമാണ്, വളരെ മോശം സ്വഭാവം. ഇങ്ങനെയായിട്ട് 10 വട്ടം പറഞ്ഞിട്ട് ആർക്കും അവനോട് ഇഷ്ടമില്ല, എല്ലാവർക്കും അവനോട് വെറുപ്പേനി, എല്ലാവരും ഉപദ്രവിക്കില്ലേ. അങ്ങനെ ഞാനും ഓനും തമ്മിൽ എന്തോ ഒരു വാക്ക് തർക്കമുണ്ടായി. അങ്ങനെ ഒട്ടും മൂർച്ചയില്ലാത്ത കത്തി എടുത്തിട്ട് ഞാൻ അവൻ്റെ കാൽ വെറുതെ ഒന്ന് വെട്ടി. എന്നിട്ട് ചോര ഒലിച്ച് അവൻ ആരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, ആരും തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ കൊണ്ട് മരിച്ചുപോയി. എന്തൊരു ലാഘവത്തോടുകൂടെ ഈ പറയണത്. മരിച്ചോന്ന് ഓനക്ക് യാതൊരു വല്ലാത്തൊരു കരിമ്പാറിനേക്കാളും ഉറച്ച മനസ്സ് തന്നെ. അപ്പോൾ ഞാൻ ചോദിച്ചു, കണ്ണൂർ സെൻട്രൽ ജയിലിൽ, ഞാൻ ആദ്യമാണ് കണ്ണൂർ സെൻട്രൽ ഒരു പരോളിറങ്ങിയ ഒരു കൊലയാളി ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, കണ്ണൂർ സെൻട്രൽ ജയിലിലെ അവസ്ഥ എന്താ ചോദിച്ചു. പരമസുഖ. ഞാൻ എനിക്ക് തലക്കറ്റം പൊട്ടുണ്ടോ ഉടച്ചോനെ. ഏതൊരു മനുഷ്യനെ പതറാതിരിക്കുക, പക്ഷേ പെട്ടെന്ന് കണ്ടു പൊട്ടിക്കരയാൻ തുടങ്ങി. ഇതങ്ങ് പറഞ്ഞിട്ട് പരമസുഖ എന്ന് പറഞ്ഞിട്ട് പൊട്ടിയായിട്ട് കരഞ്ഞിട്ട് പറയാൻ തുടങ്ങി, ഞാനൊരൊറ്റ വിഷമത്തിലാണ്. എനിക്ക് 5 പെൺകുട്ടികളാണ്. 5 പെൺകുട്ടികളും കലാതിലകങ്ങളാണ്. അവർ എല്ലാം ഫുൾ മാർക്കാണ്. അവരെല്ലാം ഹൈ ക്വാളിഫൈഡ് ആണ്, ഹൈ എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല സൗന്ദര്യവതികളാണ്. അവർക്ക് പല കല്യാണങ്ങളും വരുന്നുണ്ട്. 100, 200, 300 പവൻ കൊടുക്കാൻ എൻ്റെ ചേട്ടന്മാരും അനുജന്മാരും അവരുടെ അമ്മാവന്മാരും ഒക്കെ തയ്യാറാണ്. അത്ര കഴിവുള്ള ശേഷിയാണ്. പല കല്യാണങ്ങളും വരും, എൻഗേജ്മെൻ്റ് അടുത്തെത്തും. അപ്പോഴാണ് വാപ്പ സെൻട്രൽ ജയിലിൽ നിൽക്കുക. കല്യാണം മുടങ്ങിപ്പോകും. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മക്കൾ ഞാൻ ചെയ്ത തെറ്റിൻ്റെ പേരിൽ അവരല്ലേ ശിക്ഷിക്കപ്പെടുന്നത്? എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് അവസാനമായി പറയുന്നു, ഒരിക്കലും ഒരാളുടെ ജോലി തടയാൻ ശ്രമിക്കരുത്. ഒരാളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുത്. മനുഷ്യൻ കൂട്ടായ്മയാണ് വേണ്ടത്, ഒത്തൊരുമയാണ് വേണ്ടത്. അർഹമുർ റഹീമായ അല്ലാഹ്, നീ ഞങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും നൽകണേ അല്ലാഹ്.